ദൈവ പദ്ധതിയിൽ ആരംഭിച്ച കുടുംബ ജീവിതത്തെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. കുടുംബമൊന്നും ആവശ്യമില്ല, കേരളത്തിൽ കുടുംബമൊന്നും ആവശ്യമില്ല. ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല ചൊറിഞ്ഞിട്ട് കൈ താത്തിയിട്ട് കളഞ്ഞു. പറഞ്ഞുകൂടി ചേച്ചി, മകളോടാണ് പറഞ്ഞു. ഏകയായിരിക്കുന്നത് നന്നല്ല. സിനിമാ നടൻ അങ്ങനെ ജീവിക്കുന്നു, നടി ഇങ്ങനെ ജീവിക്കുന്നു, അവര് ദത്തെടുക്കുന്നു. നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ നിങ്ങൾ എന്തു പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ബന്ധത്തിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആരുടെ കുറവാ? ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയ്ക്ക് നൽകിയ വചനം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു വചനമാണ്. പക്ഷേ ഈ വചനം ധ്യാനിക്കാനാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേർഡ് 6. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. ബൈബിള് തുറന്ന് ഈ വചനം കണ്ടുപിടിക്കണം. ഒരു നോട്ട് ബുക്കിൽ പറ്റുമെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കണം. മത്തായിയുടെ സുവിശേഷം 19:6. ഈ വചനം കേൾക്കുമ്പോൾ അറിയാം, ഇത് വളരെ പരിചിതമായൊരു വചനമാണ്. കേട്ട് കേട്ട് തഴമ്പിച്ചൊരു വചനമാണ്. ഒരുപക്ഷെ നിസ്സാരമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിക്കുന്ന നമ്മളോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ വചനം ഒന്ന് ധ്യാനിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 19:6. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഇതാണ് വചനം. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? അല്ലല്ല, എത്രയോ തവണ പല വേദികളിൽ കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ ഇന്ന് ഈ സമയത്ത്, അത് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന് എന്തോ ഒരു കാര്യം നമ്മളോടൊക്കെ വ്യക്തിപരമായി പറയുവാൻ ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിയ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ. ആര് യോജിപ്പിച്ചത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം യോജിപ്പിച്ചത് അല്ലേ? അങ്ങനെയാ വചനം പഠിപ്പിക്കുന്നത്. നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല, മറിച്ച് ദൈവ പദ്ധതിയിൽ ആരംഭിച്ച കുടുംബ ജീവിതം. ശ്രദ്ധിച്ചു പഠിച്ചോണം. ദൈവ പദ്ധതിയിൽ ആരംഭിച്ച കുടുംബ ജീവിതത്തെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും അത് വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഒരു യൂത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അച്ഛാ, വിവാഹമൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? അതിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? വിവാഹമൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? അതിൻ്റെയൊക്കെ ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അച്ഛാ, അത് പഴയ ഒരു സമ്പ്രദായ രീതിയുടെ ഭാഗമാണ് കുടുംബം, ഭാര്യ ഭർത്ത ബന്ധമൊക്കെ. അച്ഛാ, കാലം മാറി. ഇപ്പൊ ഞങ്ങൾക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള കഴിവും അധികാരവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുത്തു കൊള്ളാം. അല്ലാതെ ഈ വിവാഹം എന്ന് പറയുന്ന ഈ വലിയ നിങ്ങളിപ്പോൾ നടത്തുന്ന പോലത്തെ വലിയൊരു ചടങ്ങിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്നാണ് ഒരു പെൺകുട്ടി ചോദിച്ചത്. ഈ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളിൽ പലതവണ പലര് വഴി ചോദിക്കപ്പെട്ടൊരു കുടുംബമാവും. എന്തിനാണ് വിവാഹ ജീവിതം? വിവാഹം കഴിക്കേണ്ട ആവശ്യം വല്ലോ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു വ്യക്തിയെ ഞാൻ എന്തിന് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം? കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തം അത്ര ശരിയല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ്, അച്ഛാ, എൻ്റെ സ്വഭാവത്തിന് ഇഷ്ടമില്ലാത്ത
മറ്റൊരു സ്വഭാവത്തിൽപ്പെട്ട ഈ വ്യക്തിയെ ഞാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ പോരെ? എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അത്രമേൽ വളരെ നിസാരത്തോടുകൂടെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ കേരളത്തിലെ വളരെ ഉയർന്ന ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിലിങ്ങനെ അയാൾ പറയുകയാണ്, കുടുംബമൊന്നും ആവശ്യമില്ല, കേരളത്തിൽ കുടുംബമൊന്നും ആവശ്യമില്ല, കുടുംബങ്ങളാണ് നമ്മുടെ നാടിന് നാശമൊന്നും. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ന്യൂജൻ, ഈ വളർന്നു വരുന്ന തലമുറയും തയ്യാറാണ്. കാരണം അവർ നോക്കുമ്പോൾ കുടുംബം വലിയ ഒരു പ്രാരാബ്ധമായിട്ട് മാറിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഒരു പക്ഷേ പലതരത്തിലുള്ള ചേരാത്ത രീതികളും വ്യത്യസ്തമായ സ്വഭാവ രീതികളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബം ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവര് നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പോരാ, നല്ല കയ്യടി കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനു മുമ്പ് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. കല്യാണം കഴിച്ച എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിവർന്നിരുന്നേ. കണ്ണടച്ചോ? ഇനി ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവുള്ളേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇതുപോലെ തന്നെ ചെയ്തോ, കണ്ണടച്ച് നിവർന്നിരിക്കുക. യെസ്. അപ്പൊ ചോദ്യം ഇതാണ്, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി എന്ന് വിശ്വാസവും ബോധ്യമുള്ളവര് വലതുകരം ഉയർത്തുക. കണ്ണ് തുറക്കണ്ട. ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി എന്ന് വിശ്വാസവും ബോധ്യമുള്ളവര് വലതുകരം ഉയർത്തുക. കണ്ണ് തുറക്കണ്ട. വെരി ഗുഡ്. കൈതാത്തിക്കേ. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈനിലുള്ളവരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ നിന്ന് കണ്ടപ്പോൾ വളരെ രസകരമായ അനേക കാഴ്ചകൾ കാണാൻ പറ്റി. കണ്ണു തുറന്നേ, ഇങ്ങോട്ട് നോക്കിക്കേ. നല്ല രസകരമായ കാഴ്ചകൾ കാണാൻ പറ്റി. ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി ആ പ്രദേശത്തിരുന്നുകൊണ്ട് കൈ ആവേശത്തിൽ ഇങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചിക്ക് ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ കുരിശിന്റെ വഴി ഞാൻ ചുമക്കണോ? ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല ചൊറിഞ്ഞിട്ട് കൈ താത്തിയിട്ട് കളഞ്ഞു. വേറൊരു ചേട്ടൻ ഇങ്ങനെ ഏറ് കണ്ടിട്ട് ഭാര്യനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾ പൊക്കുന്നുണ്ടോ, കൈ പൊക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് സ്വയം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ കൈ പൊക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ലെങ്കിൽ, തൃപ്തിയില്ലെങ്കിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിത പങ്കാളിയെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വലിയൊരു ഭാരമായിരിക്കും. അത് നമ്മൾ തലചൊറിയുക മാത്രമല്ല, കൈ പൊക്കത്ത് പോലും ഇല്ല. എന്തിനാവശ്യമില്ലാതെ ഈ കുരിശിന്റെ വഴി ഞാൻ വീണ്ടും ചുമക്കുന്നതല്ലേ? ഇത്രയും നാളും ഈ ഒരു ആയുസ്സിൽ ഞാൻ ചുമന്ന് മടുത്തു. ഇനി എനിക്കിത് താല്പര്യമില്ല, എനിക്കിത് വീണ്ടും ഭാരമാണ്, അസ്വസ്ഥമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ കല്യാണം കഴിച്ചത് എവിടെ വെച്ചാണ്? പറ. നിങ്ങൾ കല്യാണം കഴിച്ചത് കടൽ തീരത്ത് വെച്ചാണോ? അല്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ? അല്ല. പിന്നെ എവിടെ വെച്ചാ നിങ്ങളുടെ വിവാഹം നടന്നത്? ഒച്ചത്തിൽ പറയൂ. ദേവാലയത്തിൽ. ഏത് ദേവാലയം ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ച ആ ദേവാലയം ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ? ചില ചേച്ചിമാർ എന്നോട് പറയണം, അച്ഛാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ അച്ഛാ, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണ് അച്ഛാ, അല്ലേ? ഓർമ്മയുണ്ടോ?
നിങ്ങളുടെ വിവാഹം നടത്തിയത് ആരാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാണ്? ആദത്തിന്റെ ഹവ്വായുടെയും വിവാഹം നടത്തിയത് ആരാണ്? പറയൂ. ദൈവം, സർവശക്തനായ ദൈവം. അപ്പോൾ ചോദ്യം നിങ്ങളോട്, സർവശക്തനായ ദൈവമാണ് നിങ്ങളെ കല്യാണം ആശീർവദിച്ചത്. പക്ഷേ ഒരു പുരോഹിതന്റെ സ്ഥാനമുണ്ടായിരുന്നു, ഒരു പുരോഹിതന്റെ സാന്നിധ്യമുണ്ടായിരുന്നു, ഇല്ലേ? ഏതോ ഒരു വൈദികനല്ലേ താലിയെടുത്ത് തന്നത്? അതേതാ ആ വൈദികൻ? ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആ വൈദികൻ ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നുണ പറയണ്ട. ഓർമ്മയുണ്ടെങ്കിൽ കുറെ അധികം പേർക്ക് ഓർമ്മയുണ്ട്. കുറെ അധികം പേര് അതിപ്പോ ആരായിരുന്നാവോ, അല്ലേ? അന്ന് കുറെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ തിക്കും തിരക്കിൽ അതൊന്നും ഓർക്കുന്നില്ലാത്തവരുണ്ടാവും. കൈ താത്തിക്കോ. ഇങ്ങോട്ട് നോക്കിക്കേ. ക്രിസ്മസ് കാലഘട്ടത്തിൽ ചെയ്യാവുന്നൊരു നന്മ പ്രവൃത്തി പറയട്ടെ. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച ആ വൈദികനെ നിങ്ങൾ ക്രിസ്മസ് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി നേരിട്ട് കാണണം. ഒരു പക്ഷേ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെയൊക്കെ പ്രായം ഇതാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ പ്രായം എന്തായിരിക്കും? ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വൈദികരെയൊക്കെ ഒന്ന് പോയി കാണണം. വൃദ്ധമന്ദിരത്തിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പോയി കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുമായി ഒരു ആത്മബന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചെയ്യൂ, ചെയ്യണം. കാരണം നിങ്ങളെ വിവാഹം ആശീർവദിച്ച ഒരു വൈദികൻ, യേശുവിന്റെ സ്ഥാനത്ത് നിങ്ങളെ വിവാഹം ആശീർവദിച്ച ഒരു വൈദികനുണ്ട്. ആ വൈദികനോട് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് പ്രസംഗം പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരുന്നു പറഞ്ഞ പ്രസംഗം എന്ന് ഓർക്കുന്നുണ്ടോ? ടെൻഷൻ കാരണം ഇതൊന്നും ഓർക്കാൻ പറ്റിയില്ല അച്ഛാ. ഒരു പ്രകാരത്തിലാണ് പള്ളിയിൽ ഇരുന്നത് തന്നെ, അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിവാഹത്തിന്റെ അന്നും നിങ്ങൾ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ കല്യാണത്തിന്റെ അന്ന്, ആദത്തിന്റെ ഹവ്വായുടെയും വിവാഹത്തിന്റെ അന്ന് സർവശക്തനായ ദൈവം ഒരു പ്രസംഗം പറഞ്ഞു. എന്താ പറഞ്ഞ ദൈവം? ഉൽപ്പത്തി പുസ്തകം ഒന്ന് തുറന്നേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 24. 2-ാം അധ്യായം അതിന്റെ 24-ാം തിരുവചനം. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ആകയാൽ ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നാണ്. ഇനി മുതൽ ഈ മുമ്പിലിരിക്കുന്ന പെണ്ണും ചെറുക്കനും രണ്ടല്ല ഒന്നാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ ചേട്ടാ? എങ്ങനെ പറ്റും? കാരണം ഒന്നും കൂടെ കൂട്ടിയാൽ 2. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവം പറയുന്നു ഇനി മുതൽ രണ്ടല്ല ഒന്നാണ്. പൊട്ടത്തെറ്റ് അല്ലേ? 2ഉം 2 എത്രയാ? 2ഉം 2 എത്രയാ? 4ഉം 4 എത്രയാ? 8ഉം 8 എത്രയാ? 16ഉം 16 എത്രയാ? 32ഉം 32 എത്രയാ? 64 64 എത്രയാ? 128 128 എത്രയാ? 32 കഴിഞ്ഞപ്പോൾ തോറ്റിട്ടിരിക്കും അവിടെ. 32 33 34 അല്ലേ? ഇതാണ് കണക്ക്. പണ്ട് പഠിച്ചില്ലേ? എഞ്ചുപടി പഠിച്ചില്ലേ? 2ഉം 2ഉം 4, 4ഉം 4ഉം 8 അല്ലേ? നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണത് പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മുടെ തലയിൽ കണക്ക് പഠിച്ചു. നമ്മൾ പഠിച്ചിരിക്കുന്ന കണക്ക് എന്തുവാ? 2ഉം 2ഉം 4. 2ഉം 2ഉം കൂട്ടിയാൽ 3 ആയാൽ കണക്ക് ശരിയാണോ? ആണോ ചേട്ടാ? അല്ല. 2ഉം 2ഉം കൂട്ടിയാൽ 5 ആയാൽ കണക്ക് ശരിയാവുമോ? ഇല്ല. ദൈവം പറയാണ് ഇനി മുതൽ ഈ ഒന്നും കൂടെ കൂട്ടിയാൽ 1. കണക്ക് ശരിയാണോ? അല്ലെന്ന്. ആ കണക്ക് ശരിയാകാത്തതാണ് പല വീട്ടിലെയും പ്രശ്നം. ഇപ്പോഴും ഒന്നും കൂടെ കൂട്ടിയിട്ട് 10 20 ആയിട്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്നും കൂടെ കൂട്ടിയാൽ സർവശക്തനായ ദൈവം പറയുന്നു ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, നിങ്ങൾ ഒറ്റ ശരീരമായി തീരും.
സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയ, ഹല്ലേലൂയ, ഹാലേലുയ. ഹല്ലേലൂയ. ഇതിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് വലിയ ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തെ നമ്മൾ അനുദിന ജീവിതത്തിൽ മിറക്കിൾസായി അനുഭവിക്കുന്നു, അത്ഭുതങ്ങളായിട്ട് മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ ശുശ്രൂഷയിൽ കാണുന്നില്ലേ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഒരു കേസ് ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു, എന്ത് സംഭവിക്കുന്നു? ദൈവം ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം സമാപിച്ചു. മിനിഞ്ഞാന്ന് രാത്രി ഒരു സഹോദരിയുടെ സാക്ഷ്യം, വളരെ സുന്ദരമായ ഒരു സാക്ഷ്യം. ശുശ്രൂഷ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സന്ദേശം പരിശുദ്ധ അൽത്താരിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, കാൽമുട്ടിന്റെ താഴെ ഭാഗത്ത് കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഉണങ്ങാത്ത മുറിവ്. എന്നാൽ കർത്താവ് ആ മുറിവ് ഉണക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സ്ത്രീ വലതുകാലിന് മുട്ടിന് താഴെയായി ഒരു മുറിവുമായി വലിയ കെട്ടുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ, ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ചിന്ത, ഇത് ഞാനാണോ കർത്താവേ? കർത്താവ്, ഇത് ഞാനാണോ? ആ സ്ത്രീ കണ്ണും പൂട്ടി വിശ്വസിച്ചു, ഇത് ഞാനാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവജനം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ സാവധാനം കുരിഞ്ഞ് ആ കാൽമുട്ടിലെ കെട്ടഴിച്ചു. ഈ സ്ത്രീ ഞെട്ടി. കാരണം 3 വർഷമായിട്ട് ഉണങ്ങാത്ത മുറിവ് നല്ല പരിപൂർണമായി ഉണങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഇങ്ങനെ കയ്യടിച്ചാ പറ്റത്തില്ല അല്ലേ? ആ നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? വൈദ്യശാസ്ത്രത്തിന് പറ്റാത്ത കാര്യം ദൈവത്തിന് മുമ്പിൽ ഉത്തരം ലഭിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാത്ത കാര്യം നമ്മുടെ മുമ്പിൽ സംഭവിക്കുകയാണ്. മിറക്കിൾസ്, ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾക്കിന്ന് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ അതിസുന്ദരമായ ഒരു വചനഭാഗമാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് 5-ാം അധ്യായം അതിന്റെ 23 മുതൽ വളരെ ശക്തമായ ഒരു വചനമാണ്. അതിന്റെ 32-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 5-ാം അധ്യായം 32-ാം തിരുവചനം. ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ്ലീഹ ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്ന് വായിച്ചേ. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഇത് വലിയ ഒരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ ഒരു രഹസ്യമാണ്. കുടുംബ ജീവിതം എന്നുള്ളത് ഇത് വലിയ ഒരു രഹസ്യമാണ്. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ഇത് വലിയ ഒരു രഹസ്യമാണ്. പറഞ്ഞു കൊടുത്തേ. ഞങ്ങളുടെ ഇടവകയിൽ ഒരു വിവാഹം ആശീർവദിക്കുന്ന അന്ന് ലേഖനം വായിക്കുന്ന, ശുശ്രൂഷ വായിക്കുന്ന വചനഭാഗമാണിത്. ആ ശുശ്രൂഷ വായിച്ചു വന്നപ്പോഴത്തേക്ക് വിട്ടുപോയി. അപ്പോൾ വായിച്ചത് ഇത് വലിയ ഒരു രസമാണെന്നാണ് വായിച്ചത്. രഹസ്യമാണ്, ഇത് രസമല്ല. ചിലർക്ക് ഇത് രസമാണ്, എന്നാൽ ഇത് രഹസ്യമാണ്. രഹസ്യം എന്നുള്ള മലയാള വാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? സീക്രട്ട് എന്നല്ല പറയുന്നത്. എന്നാൽ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യമായ രഹസ്യം. പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്, പാരമ്പര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ സത്യമായ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മിസ്റ്ററികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും മിസ്റ്ററി? ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഇത് വലിയ ഒരു രഹസ്യമാണ്, എന്നാൽ അത് സത്യമാണ് അല്ലേ? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ അത് സത്യമാണ്. വിശുദ്ധ കുർബാന, ഒരു വൈദികൻ അല്പം മുമ്പ് നമ്മൾ ആചരിച്ചില്ലേ, പരിശുദ്ധ ബലി സമർപ്പിച്ചില്ലേ? വൈദികൻ അപ്പവും വീഞ്ഞുമെടുത്ത് ആശീർവദിക്കുന്നു. ഇത് യേശുവിന്റെ രക്തമാണ്, ഇത് യേശുവിന്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാവധാനം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ സത്യമായ കാര്യം, സത്താപരമായ മാറ്റം, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയാണ് സത്താപരമായ മാറ്റം. ഇതൊരു മിസ്റ്ററിയാണ്, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ന പോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, വിവാഹ ജീവിതം ഇതൊരു മിസ്റ്ററിയാണ്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ചില ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ പറയുന്നുണ്ട്, ശരിയാച്ച ഇതൊരു മിസ്റ്ററി തന്നെയാണ് അല്ലേ, ഇതൊരു വല്ലാത്ത മിസ്റ്ററിയാണ്, ഇതൊരു വല്ലാത്ത മിസ്റ്ററിയാണ്. നാളുകൾക്ക് മുമ്പ് ഒരു വിവാഹം കഴിച്ച 50 വർഷമായി. അപ്പൊ അവരുടെ മക്കള് കൊച്ചുമക്കൾക്കൊക്കെ വലിയ ആഗ്രഹം, ഇവരുടെ ഈ വിവാഹ ഇത്രയും വർഷമായല്ലോ അതൊന്ന് ആഘോഷിക്കണം. 50 വർഷം കഴിഞ്ഞു. അപ്പൊ അവർ ഇടവകപ്പള്ളിയിൽ ഒരു പരിശുദ്ധ കുർബാനയും അതിനുശേഷം വലിയൊരു സ്വീകരണമൊക്കെ കൊടുക്കുക. അപ്പോ ഞങ്ങൾ അവിടെ ആ ചടങ്ങിലുണ്ട്. അപ്പൊ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ അപ്പനെയും അമ്മയും 50 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞ ഈ അപ്പനെ അമ്മേനെയും കണ്ടപ്പോൾ ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാ ഉണ്ട് കാര്യങ്ങളൊക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈ അമ്മച്ചി കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഇതുവരെയായിട്ടും എനിക്ക് ധ്യാനം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അല്ലേ, ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നുണ്ട്, ശരിയാ അച്ഛാ എൻ്റെ കാര്യം അങ്ങനെ തന്നെ, ഇതുവരെയായിട്ടും ഇതിയാന്റെ സ്വഭാവം, ഇതിയാന്റെ എന്ന് മാത്രമല്ല ഇവളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏത് സമയത്ത് എങ്ങനെ പെരുമാറുന്ന ഒരു പിടിയില്ല അച്ഛാ, വർഷം കുറയായി, ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് രഹസ്യം, ദിവ്യമായ രഹസ്യം. സർമയുദ്ധി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ 50 വർഷത്തെ ചരിത്രം ഞാനൊരു 60 വർഷത്തെ ചരിത്രം, 60 വർഷം ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ, അവരുടെ ഭാര്യയും അവരുടെ മക്കളും കൊച്ചുമക്കളും കൂടെ വലിയൊരു ആഘോഷം ഇതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയപ്പോൾ, അന്ന് സ്വീകരണ ചടങ്ങ് നടക്കുന്നു. പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. അപ്പൊ അവിടെ സ്റ്റേജിൽ ഈ അപ്പാപ്പനെ അമ്മാമ്മേനെയും അണിയിച്ചൊരുക്കി ഇരുത്തിയിട്ടുണ്ട്. കൊച്ചുമക്കളൊക്കെ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഭക്ഷണം കഴിക്കുന്നു, വലിയ ആഘോഷം. അപ്പൊ ഞാൻ സാവധാനം നടന്ന് ഈ അമ്മാമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അമ്മാമ്മേ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? അപ്പോൾ അമ്മാമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എന്നാ പറയാനാ, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാ. എന്നാ പറയാനാ, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. അത് ഞാൻ കേട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടിരുന്നെങ്കിൽ ചവിട്ടിക്കുട്ടി ഓടലോട്ട് ഇട്ടേനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചേച്ചി പറയാണ്, അമ്മാമ്മ പറയാണ്, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. ഞാൻ കയ്യെ കയറി പിടിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നെ അങ്ങനെ പറയല്ലേ, ബ്രോക്കർ അല്ല പറ്റിച്ചത്, ആരാ? ദൈവമാണ് പറ്റിച്ചത്. ദൈവം പറ്റിച്ചു ചേർത്തതാ. മക്കളായ കൊച്ചുമക്കളായ കുഴിയിലോട്ട് കാലും നീട്ടി ഇരിക്കുക, ഇപ്പോഴും പറയണത് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. ഇവിടെ ഇരിപ്പുണ്ട് ചിലര്, സത്യമാണച്ചാ ആ ബ്രോക്കർ പറ്റിച്ചതാച്ചാ. അല്ലെന്ന്, ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചത്. നിങ്ങൾ ഏത് ബന്ധമെടുത്ത് പരിശോധിച്ചോ അതിന്റെ പിന്നിൽ കൃത്യം വ്യക്തമായി ദൈവത്തിന്റെ അതിശക്തമായ ഒരു സാന്നിധ്യമുണ്ട്. പുസ്തകം 20-ാം അധ്യായം 50-ാം തിരുവചനം, ഇസഹാക്കിന് റബേക്കയെ നൽകിക്കൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട്. ഒന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 50, 24-ന്റെ 50-ാം തിരുവചനം. 24-ന്റെ 50-ാം തിരുവചനം. ഇസഹാക്കിന് റബേക്കയെ നൽകിക്കൊണ്ടാണ് ആ വചനം. കിട്ടിയോ? മൊബൈലിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. 10 പേരും പറഞ്ഞു. നിങ്ങളുടെ ആരുടെ ബൈബിൾ ഇല്ല? ചേട്ടന്മാരുടെ ബൈബിൾ ഇല്ല? ബൈബിൾ ഈ പോട്ട ആശ്രമത്തിൽ ഇല്ലേ? ബൈബിൾ തുറന്ന് വായിക്കണം, മൊബൈലിലല്ല വായിക്കേണ്ടത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശുശ്രൂഷകർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, ഓൺലൈനിൽ പോകുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളുക. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷകർ യാത്രാ വഴികളിലൊക്കെ നിങ്ങൾ മൊബൈലിൽ വചനം വായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ബൈബിൾ എന്ന് പറയുന്ന ഇത് ബുക്ക്, ഇത് പുസ്തകമാണ് അല്ലെ, ഇത് പുസ്തകമാണ്. അല്ലെങ്കിൽ പിന്നെ കാലം മാറിയപ്പോൾ ലാപ്ടോപ്പും കൊണ്ട് നടന്നാൽ പോരെ, അതുപോരാ. ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശുശ്രൂഷകര് വിഷമിക്കരുത്. ഇത് ഞാൻ ഒരു 6 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24:50. അപ്പോൾ ലാബാനും 10 പേരും പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെ കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല. ഇസഹാക്കിന്
റബേക്കയെ നൽകിക്കൊണ്ട് പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 20. അതിൽ മത്തായി സുവിശേഷകൻ ഔസേ പിതാവ്, മാതാവ് പരിശുദ്ധ മറിയം ഈ ദമ്പതികളെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശ വചനമുണ്ട്. ഒന്ന് വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം. തോബിത്തിന്റെ പുസ്തകം ചാപ്റ്റർ 6 വേഴ്സ് 14 അവർ പഠിപ്പിക്കുകയാണ്, അനാദി മുതലേ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ചേർന്ന ഇണയെയാണ് നൽകുന്നത്. ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറഞ്ഞ കാര്യം ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ വലിയ ഭാരമുണ്ടാക്കാം. അച്ഛാ, ഇത് ചേർന്ന ഇണയാണോ? എൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു വ്യക്തി ഇതെങ്ങനെ ചേരും എന്ന് ഭാരപ്പെടാം. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കാം, എൻ്റെ സ്വഭാവങ്ങൾക്ക് ചേരാത്ത ഒരു വ്യക്തി, എൻ്റെ ചിന്താഗതികളുമായി ചേർന്നു പോകാത്ത ഒരു വ്യക്തി, അപ്പോൾ ഇതെങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയാകും എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ഉം 28-ഉം ആ വചനം ഒന്ന് വായിച്ചാലോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ഉം 28-ഉം, അതായത് ആദത്തെ ഹവ്വായെയും കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? പറഞ്ഞേ. മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദൈവം സ്വന്തം ഛായയിൽ ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു. പറഞ്ഞേ, മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത വചനം, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. വീണ്ടും അത് തന്നെ വീണ്ടും ആവർത്തിക്കും. ദൈവത്തിന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയുണ്ട്? പൊതുവെ ചിലർ ചിന്തിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ മാത്രമാണ്. തെറ്റാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിപ്പിക്കുന്നത് സ്ത്രീയും പുരുഷനും ചേരുന്നതാണ് മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും ചേരുന്നതാണ്, സ്ത്രീയും പുരുഷനും ചേരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വചനം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇതിന്റെ അടുത്തൊരു വ്യാഖ്യാനം നമുക്ക് ലഭിക്കും. വായിച്ചാലോ? ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. 18 ചാപ്റ്റർ 2 വേഴ്സ് 18, 2-ാം അധ്യായം 18-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഏകനായിരിക്കുന്നത് നന്നല്ല. പറഞ്ഞുകൂടി ചേച്ചി, മകളോടാണ് പറഞ്ഞോ, ഏകയായിരിക്കുന്നത് നന്നല്ല. കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലരിയ്ക്കുന്നത് അല്ലേ? അവരോട് പറയണം, ദേ നീ ഇങ്ങനെ ഏകനായിരിക്കുന്നത് നന്നല്ല, ഏകയായിരിക്കുന്നത് നന്നല്ല. അപ്പൊ അവര് തിരിച്ചു ചോദിക്കും, അതിനെന്താ കുഴപ്പം? ഇങ്ങനെ ഇപ്പൊ പലരും ജീവിക്കുന്നുണ്ടല്ലോ,
അതിനിപ്പോ കല്യാണം കഴിക്കണോ നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ഏകനായിരിക്കുന്ന നന്നല്ല. എന്നിട്ട് അടുത്ത വചനം. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനങ്ങളൊന്ന് വായിച്ചേ. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. മണ്ണിൽ നിന്ന് അതായത് ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് തുടർന്ന് പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കണം. ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ട് ആ പുരുഷനോട് പറയാണ്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പറയാണ്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ, നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കപ്പെട്ടവർ, കല്യാണം കഴിച്ചവരൊന്ന് കൈപൊക്കിക്കേ. സംശയമാണോ? പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. നന്നായിട്ട് കൈപൊക്കിക്കേ. യെസ്. ഒരു കാര്യം ഉറപ്പിച്ചോണം, കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഓൺലൈനിലുള്ളവരും കൈ ഉയർത്തിപ്പിടിച്ചോ. ദേ നോക്കിക്കേ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇണ അത് നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളി അത് നിനക്ക് ചേർന്ന ഇണയാണ്. ഹല്ലേലൂയ, കരം താഴ്ത്തിക്കോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കൈയടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാ? പുരുഷന്റെ ഉള്ളിലെ വാരിയെല്ലിൽ നിന്ന് ഊരിയെടുത്ത്, അല്ലെ? അതിൽ നിന്നാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ആരുണ്ട്? ഒരു പുരുഷനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു സ്ത്രീയുണ്ട്. എന്ന് പറഞ്ഞേ, ഒരു സ്ത്രീയുടെ ഉള്ളിൽ ആരുണ്ട്? ഒരു പുരുഷനുണ്ട്. ഒരു പുരുഷന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു സ്ത്രീയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പറയുന്നത് വചനത്തിന്റെ വെളിച്ചത്തിലാണ്. ചിലര് ചിന്തിക്കുന്നുണ്ട്, ശരിയാച്ചാ, ഞാൻ അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നും അവൾ ഒരാണാണോ എന്നൊരു സംശയം. അതല്ല. ചിലരുടെ സ്വഭാവം കാണുമ്പോൾ, അല്ലേ, അയ്യോ ആണിനേക്കാളും മോശം, അതല്ല. മറിച്ച് ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥം? ബൈബിള് പഠിപ്പിക്കുന്ന എന്താണ്? ഒരു സ്ത്രീ രൂപപ്പെട്ടത് പുരുഷന്റെ വാരിയെല്ലിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ചേർന്ന ഇണ, പറ്റിയ ഇണയെ കണ്ടെത്തുമ്പോഴാണ് അത് പൂർണ്ണതയാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങോട്ട് നോക്കിക്കേ. വിവാഹം കഴിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചേർന്ന ഇണയെയാണ്. നെറ്റി ചുളിയുന്നുണ്ടോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അതെങ്ങനെയെന്ന് പറയാം. ഇങ്ങോട്ട് നോക്കിക്കോണേ, ശ്രദ്ധ വിടരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ചേർന്ന ഇണയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതൊരു പെർഫെക്റ്റ് മാനാവുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ പ്രാധാന്യം അവിടെ ഇരിക്കുന്നത്. വിവാഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ലഭിക്കുമ്പോൾ അത് ചേർന്ന ജീവിത പങ്കാളി. അങ്ങനെയാണ് ഒരു പുരുഷൻ പുരുഷനാവുന്നത്, ഒരു സ്ത്രീ സ്ത്രീയാവുന്നത്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ അത് പൂർണ്ണതയാവില്ല. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ പേര് ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛന്റെ കാര്യം എന്താ, ഒരു കന്യാസ്ത്രീയുടെ കാര്യം എന്താ? ചിന്തിക്കത്തില്ലേ? കാരണം ഇത് പുരുഷനാവുന്നത് എപ്പോഴാ? ഒരു സ്ത്രീയെ ലഭിക്കുമ്പോഴല്ലേ. ഒരു സ്ത്രീ സ്ത്രീയാവുന്നത് എപ്പോഴാ? പുരുഷനെ ലഭിക്കുമ്പോഴല്ലേ. അപ്പൊ പെർഫെക്റ്റ് അല്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിക്കേ, അതിനുള്ള ഉത്തരം കൂടെ പഠിച്ചോണം. അതായത് എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇല്ലാതെ വരുന്ന ഒരു നഷ്ടമുണ്ട്, ഉണ്ടല്ലോ, ഒരു നഷ്ടമുണ്ട്. ആ നഷ്ടം നികത്തുന്ന കർത്താവിനെയാണ് ഒരു വൈദികൻ ജീവിതത്തിൽ സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കന്യാസ്ത്രീ മണവാളനായിട്ട് സ്വീകരിക്കുന്നത് ആരെയാ? യേശുവിനെ. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ശൂന്യതയെ നികത്തുന്ന, നഷ്ടത്തെ നികത്തുന്ന, സമ്പൂർണമായും ദൈവ സാന്നിധ്യമുള്ള ആ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണത വരുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇനി വേറെ ചിലർ ചിന്തിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ സിംഗിൾ ലൈഫ് നയിക്കുന്നവരെങ്ങനെയാ? ഒറ്റയ്ക്ക് ജീവിക്കുന്നവര്. ഇങ്ങോട്ട് നോക്കിക്കേ, ബ്രഹ്മചര്യം എന്നുള്ള വ്രതം സ്വീകരിക്കുമ്പോൾ
യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി മണവാളനായി മണവാട്ടിയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയാണ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിലൂടെയാണ് അത് നികത്തപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശൂന്യത നികത്തപ്പെടുന്നത് ആരിലൂടെയാണ്? കർത്താവിലൂടെയാണ്. പറഞ്ഞേ, കർത്താവിലൂടെയാണ്. കല്യാണം കഴിച്ച ചേച്ചിമാരെ, നിങ്ങളുടെ പൂർണ്ണത നികത്തപ്പെടുന്നത് എങ്ങനെയാണ്? ഭർത്താവിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വേണ്ട, ഈ കാലഘട്ടത്തിലെ ഫാഷനൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാം. ഇങ്ങനെ ചിന്തിക്കാം. സിനിമാ നടൻ അങ്ങനെ ജീവിക്കുന്നു, നടി ഇങ്ങനെ ജീവിക്കുന്നു, അവര് ദത്തെടുക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല, അവർക്ക് ആരോഗ്യമുണ്ട്, അവർക്ക് പണമുണ്ട്, അവർ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്ന് പറയാം. അതോടൊപ്പം തന്നെ ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ കാണും. അപ്പൊ നമ്മൾ പറയണം തെറ്റ്. ഒരു ദൈവമകനും ദൈവമകളും പറഞ്ഞു കൊടുക്കണം തെറ്റ്. എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, വിവാഹ ജീവിതത്തിലൂടെ ഒരു പുരുഷൻ തനിക്ക് ചേർന്ന ഇണയെ സ്വന്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അച്ചോ, എനിക്ക് ചേർന്ന ഇണ എങ്ങനെ ശരിയാകും? എൻ്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീതം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, അതാണ് നിനക്ക് ചേർന്ന ഇണ. അതാണ് നിനക്ക് ചേർന്ന ഇണ. അമിതമായ ദേഷ്യമുള്ള ഒരു ഭർത്താവ് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് കിട്ടിയത് 24 മണിക്കൂർ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ. ഓ അച്ഛാ, എനിക്ക് ദേഷ്യമുള്ളതാ, അപ്പോഴാണ് ഇതിനെ കിട്ടിയത്, അതോടുകൂടെ എൻ്റെ ദേഷ്യം കൂടി. അങ്ങനെയല്ലെന്ന്, കുറച്ചു കഴിയുമ്പോൾ അവളിലൂടെ നീ മാനസാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരുത്തൻ, ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടത്. 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം പിന്നെ അധികം ഒന്നും കണ്ടിട്ടില്ല. അവൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഉയ്യോ, ഹോട്ടമ്പട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ തന്നെ തൊട്ടാൽ പ്രശ്നം, ഭയങ്കര ദേഷ്യം, അങ്ങനെയുള്ള ഒരുത്തൻ. ഞാൻ ഇന്നാൾ കണ്ടപ്പോൾ വളരെ ശാന്തനായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഓ എന്നാ പറയാനാ, ജീവിതമൊക്കെ അങ്ങോട്ട് മുമ്പോട്ടൊക്കെ മാറിയല്ലോ. ഞാൻ ചോദിച്ചു, അതല്ലെന്നേ, നിന്റെ സ്വഭാവത്തിന് ഇതെന്നാ പറ്റി? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അമിതമായ ദേഷ്യക്കാരനായിരുന്നല്ലോ. അതിപ്പം ഞാനൊരു കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ചതുകൊണ്ട്? ഞാൻ കല്യാണം കഴിച്ചവള് എന്നേക്കാളും ദേഷ്യക്കാരിയാ. ഇനി പിന്നെ എൻ്റെ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഞാനിപ്പോൾ ശാന്തനായി. ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരുടെ സ്വഭാവം എന്തോരം മാറി അല്ലേ ചേട്ടാ? എന്തോരം മാറി ചേച്ചി, എന്തോരം സ്വഭാവം മാറി. പണ്ട് എങ്ങനെ നടന്നതാ, സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ നേർ വിപരീത സ്വഭാവമായിരിക്കും. ഇനി ഒരേ സ്വഭാവമാണെങ്കിൽ എന്ത് പറ്റും? മദ്യപിക്കുന്നൊരു ചേട്ടൻ, അദ്ദേഹം കല്യാണം കഴിച്ചത് അത്യാവശ്യം കുടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ. അപ്പൊ എന്ത് പറ്റും? രണ്ടുപേരും കൂടെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിയേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? പുകവലിക്കുന്ന ഒരുത്തൻ കല്യാണം കഴിച്ചത് എന്നാൽ ഒന്ന് വലിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ, വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും വലിച്ചോണ്ട് വാതുക്കയിരിക്കും. എന്നാൽ നേർ വിപരീതമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ദൈവിക ഇടപെടലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ, കൂടെയുള്ള ജീവിത പങ്കാളിയിൽ വിശുദ്ധീകരണം സംഭവിക്കും. അതാണ് ചേർന്ന ഇണ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാള്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വെച്ച് വിളമ്പുന്ന ആൾ, അതല്ല. മറിച്ച് നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി, നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി. സർവ്വയത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി, അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട വേറെ ഒരു ജീവിത വഴിയിലൂടെ വന്ന ഒരു വ്യക്തി, അതിന് ഈ വിവാഹം കഴിച്ചു. ഈ സ്വഭാവ രീതിയെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു? വചനം പഠിപ്പിക്കുകയാണ്, ഇത് നിനക്ക് ചേർന്ന ഇണയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പഴയ നിയമത്തിലെ ജോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പലതവണ വായിച്ചിട്ടില്ലേ? ജോബ്, പഴയ നിയമത്തിലെ ജോബിന് എന്നാ പറ്റി? ജോബിനുണ്ടായിരുന്ന സകലതും ദൈവം തിരിച്ചെടുത്തു അല്ലേ?
സ്വത്ത് പോയി, മക്കള് പോയി, മൃഗങ്ങൾ എല്ലാം നശിച്ചു. പക്ഷെ ഒരാളെ തിരിച്ചെടുത്തില്ല. അതാരെയാ പറഞ്ഞേ? ഭാര്യയെ. എങ്ങനെയുള്ള ഭാര്യ? ജോബ് സഹിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജോബിന്റെ കൂടെ നിന്ന് സഹിച്ച ഭാര്യ ആണോ? അല്ലല്ല. എങ്ങനത്തെ ഭാര്യ? ജോബ് കുഷ്ഠരോഗം പിടിപെടുത്ത് ചാരത്തിലിരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് എന്താ ചെയ്യുന്നേ? ഭാര്യ വന്നിട്ട് ചൊറിച്ചിൽ കൊടുക്കുക. ഏത് ചൊറിച്ചില്? ഇയാൾക്ക് നാണയില്ലേ? ഇവിടെ ഇരുന്നോണ്ട് ദൈവത്തെ സ്തുതിക്കുവാണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യ് എന്ന് പറഞ്ഞാൽ ജോബിന്റെ ജീവിതത്തിൽ അത്രയും നഷ്ടം, ദുഃഖം, ത്യാഗത്തിലൂടെ കടന്നു പോകുമ്പോഴും ജോബിനെ ചൊറിയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അത് മാത്രം ദൈവം തിരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ചൊറിച്ചിൽ പകരുന്ന സംഭാഷണം ഉണ്ടായിരുന്നപ്പോഴും ജോബ് ആത്മസംയമനം പാലിച്ചു. ജോബിന്റെ പ്രാർത്ഥനയിലൂടെ ആ ഭാര്യയിൽ ഉണ്ടാവുന്ന മാറ്റം, ആ കുടുംബത്തിനുണ്ടാവുന്ന മാറ്റം. ഇങ്ങോട്ട് നോക്കിക്കേ, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ ജീവിത പങ്കാളിയുടെ ചില ചൊറിച്ചിലുകൾ മാറണമെന്ന് നിർബന്ധമില്ല. മാറും. എങ്ങനെയാണെന്നറിയോ? നിന്റെ പ്രാർത്ഥനയിലൂടെ മാത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ മുമ്പിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി നമ്മളോട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. നേരത്തെ വായിച്ച വചനഭാഗം നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചറിഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം കേട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ഒന്ന് കേട്ടെ, 5:22 നന്നായിട്ട് കേട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭാര്യമാരോട് പറയാണ്. എന്താണ് പറയുന്നത്? ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭാര്യമാർ ഇത് വല്ലതും കേൾക്കണുണ്ടോ? എന്തുവാ കേട്ടെ? നിങ്ങൾ ഭർത്താവിന് വിധേയരായിരിക്കണം. എങ്ങനെ? കർത്താവിനെന്ന പോലെ നിങ്ങൾ ഭർത്താവിന് വിധേയപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചില ഭർത്താക്കന്മാർക്ക് സന്തോഷായി, അച്ഛാ അത് 2-3 തവണ അന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവൾക്കൊരു അനുസരണ കുറവുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവളൊന്ന് കേൾക്കുന്നില്ല, അച്ഛനൊന്ന് ശക്തമായിട്ട് പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടാവും. അടുത്ത വചനം ഒന്ന് വായിച്ചേ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. കണ്ടോ? ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബത്തിലെ ശിരസ് ആരാണ്? പറയൂ. ഭർത്താവാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന എന്താണ്? ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഒരു തലവൻ ഉണ്ടായിരിക്കണം. ഏതൊരു സിസ്റ്റം നോക്കിക്കേ, അതിനൊരു തലവനുണ്ട്, അല്ലേ? ഏതൊരു സിസ്റ്റം, ഇപ്പൊ നമ്മൾ പോട്ട ആശ്രമം കമ്മ്യൂണിറ്റി, അതിനൊരു സുപ്പീരിയർ ഉണ്ട്. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അതിനൊരു ലീഡർ ഉണ്ട്. നിങ്ങളുടെ ഒരു ഏതെങ്കിലും കാര്യത്തിന് ഇടവക, അതിനൊരു വികാരിയച്ഛനുണ്ട്. ഒരു കുടുംബം എന്നതുപോലെ തന്നെ അതിനൊരു തലവനുണ്ട്. കുടുംബത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് ആരാണ്? ആരാണ്? ഭാര്യയാണോ ഭർത്താവാണോ? ഭർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചില കുടുംബങ്ങളിൽ ശിരസ് ആള് മാറിക്കേറും. ഭാര്യ കയറി ഭരിക്കാൻ തുടങ്ങും. എന്തു പറ്റുമെന്നറിയാവോ? അങ്ങനെ വളരുന്ന കുടുംബങ്ങളിലെ മക്കൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. കാരണം കുടുംബനാഥന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കപ്പെട്ടില്ലെങ്കിൽ മക്കൾ കുറച്ചുനാൾ അമ്മയുടെ ചുറ്റുവട്ടൊക്കെ നടക്കും, അമ്മേനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ഈ മക്കള് തന്നെ ആ കുടുംബത്തിൽ അമ്മയ്ക്കെതിരാവും, ആരെ അനുസരിക്കാത്തവരാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഭാര്യമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഭർത്താവിന് കഴിവില്ലായിരിക്കും, ഗുണമില്ലായിരിക്കും, നേതൃത്വ പാഠവുമില്ലായിരിക്കും, ഉത്തരവാദിത്വ ബോധമില്ലായിരിക്കും, പല കുറവുകളുണ്ടാവും. കള്ളുകുടിയനായിരിക്കും, തെമ്മാടിയായിരിക്കും, നാട്ടിൽ നിങ്ങൾക്കൊരു പക്ഷേ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ തന്നെ നാണക്കേടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അംഗീകരിക്കണം. ആ ഭർത്താവ് കുടുംബം ഭരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സ്ഥാനം അവർക്ക് കൊടുക്കണം. ആ സ്ഥാനം അവർക്ക് കൊടുക്കണം.
അനേക കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാഴ്ച, സ്വന്തം ജീവിത പങ്കാളിയെ കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്നു. ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചേട്ടനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഉടനെ തന്നെ ഭാര്യ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലേ, ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത്. ഒരു കുടുംബം പോലും നോക്കാൻ കഴിവില്ലാത്ത ആളാണോ ഇയാൾ ഇവിടെ ഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആവുന്നത്? ഇയാളെ ഒന്നും തിരഞ്ഞെടുക്കരുത്, എന്തിനു കൊള്ളാം, ആണത്തമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് ആ ഭർത്താവിനെ തരം താഴ്ത്തുന്നു. ഞാൻ പിന്നീട് കണ്ടത് ആ ഭർത്താവ് കുറെ നേരം മാറിയിരുന്ന് ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പങ്കാളി ഭർത്താവിന് കഴിവ് കുറവായിരിക്കാം, നേതൃത്വ പാടവം കുറവായിരിക്കാം, ചിലപ്പോൾ ഉത്തരവാദിത്തം ചെയ്യാൻ മറ്റുള്ളവരെ പോലെ അത്ര വലിയ ഉന്മേഷം ഉണ്ടാവണമെന്നില്ല, കുറെ ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ മക്കളുടെ മുമ്പിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ ഭർത്താവിനെ നിങ്ങൾ കുറ്റം പറഞ്ഞ് തരം താഴ്ത്തരുത്. അങ്ങനെ താഴ്ത്തിയാൽ പിന്നീട് തിരിച്ചടിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, കുടുംബത്തിന്റെ ശിരസായിരിക്കണം. ഭർത്താവെ, നീ രക്ഷകനായിരിക്കണമെന്നാ പറഞ്ഞേ. ഭർത്താവ് ഇത് വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ, രക്ഷകന്റെ സ്വഭാവം ഉണ്ടായിരിക്കണം, രക്ഷകന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. വചനം നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷകൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം. ഭർത്താവിന് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞാനാണ് കുടുംബത്തിന്റെ നേതാവെന്നും പറഞ്ഞ് മാറിയിരിക്കുകയല്ല, മറിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, അല്പം കൂടെ ചെത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം ഒന്ന് വായിച്ചേ. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അടുത്ത വചനം, ഭർത്താക്കന്മാരെ ഇങ്ങോട്ട് നോക്കിയ ഭർത്താക്കന്മാരെ കേട്ടെ, ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? വായിച്ചേ. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം ജീവിതം കൊടുത്താ സ്നേഹിച്ചത്. ക്രിസ്തു ചിന്തിക്കുകയാണ്, ഈ സഭയ്ക്ക് എന്ത് കൊടുക്കണേ, എന്താ ചെയ്യേണ്ടത്, വല്ല മെച്ചമുണ്ടോ? ഇല്ല. കുറവുകളുള്ള സഭ, എന്നാൽ ഈ കുറവുകളുള്ള സഭയെ യേശു സ്നേഹിച്ചു. എന്ന പോലെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് കഴിവുണ്ട്, എന്ത് ഗുണമുണ്ട് എന്നൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്യാം. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാര്യയെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. തർക്കിച്ചും വഴക്കിട്ടും പരദൂഷണം പറഞ്ഞും ചർച്ച ചെയ്തുമല്ല, മറിച്ച് സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. പലതും ഇടതുവിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവർക്കൊരു കൈ കൊടുത്തോണ്ട് പറ, സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. പറഞ്ഞു കൊടുക്കുക, അടുത്തിരിക്കുന്നവർ കൊടുക്കുക. എന്നിട്ട് സന്തോഷത്തോടെ പറ, ആരും ആയിക്കൊള്ളട്ടെ, മകളോ മകനോ അയൽവാസി ആരും ആയിക്കൊള്ളട്ടെ, സ്നേഹിച്ച് മാത്രമേ സ്വന്തമാക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സമയം കിട്ടുമ്പോൾ ഈ വചനം ഒന്ന് എടുത്ത് വായിക്കണേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 22 മുതലുള്ള വചനം വായിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഭാര്യ ഭർത്ത ബന്ധത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട നിലപാടുകളാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധത്തിൽ ഇന്നേ ദിവസം ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാവോ? ഭാര്യമാരും ഭർത്താക്കന്മാരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഭാര്യയും ഭർത്താവും മുഖത്ത് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കണം. കാലം മാറി, എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാണ്, മൊബൈൽ നോക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, മുഖത്ത് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു 10 മിനിറ്റ് എങ്കിലും ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ തന്നെ വലിയ അനുഗ്രഹം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ചില പുരുഷന്മാർ ചിന്തിക്കും, എൻ്റെ അച്ഛ അവളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാച്ച, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ വന്നു. ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ചേട്ടൻ പുറത്ത് കാത്തു നിൽക്കുന്നു, ചേട്ടനെ
അച്ഛനൊന്ന് ഉപദേശിക്കണം. കാരണം അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അച്ഛൻ പറയണം, എന്നെ കേൾക്കാൻ പറയണം. അപ്പൊ ചേട്ടനെ ഞാൻ വിളിച്ചു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ദേ ഭാര്യ നിൽക്കുന്നു, ഭാര്യയെ ചേട്ടൻ കേൾക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇവൾ എന്നതാ പറയണേ, ഇവൾ എന്നതാ പറയണേ, ഒരു കാര്യത്തിന് മറ്റൊരു കാര്യത്തോട് ഒരു ബന്ധവും ഇല്ല. ഇവൾ ഈ പറഞ്ഞ് കുറെ നേരം പറയും, എല്ലാം കഴിഞ്ഞിട്ട് എന്നതാ പറഞ്ഞ എത്ര നേരം കേട്ടിരിക്കും, ഒരു സമാധാനം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കേൾക്കാറില്ല. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം വേണോ? എന്തു ചെയ്യണം? നിങ്ങൾ കേൾക്കണം. കേൾക്കാൻ സമയം കൊടുക്കണം. നിങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ കേൾക്കാൻ തയ്യാറാണ്, അത് പിന്നെ വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കേൾക്കാൻ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്. ജീവിത പങ്കാളിയെ കേൾക്കാൻ, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ഒരല്പസമയം മാറ്റിവെക്കണം. കാരണം വർഷം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച്, പ്രായം വളരുന്നതനുസരിച്ച് സംഭാഷണ ശൈലികളും സ്നേഹപ്രകടനങ്ങളൊക്കെ മാറും. കല്യാണത്തിന്റെ നാളുകൾ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇപ്പോഴത്തത്, അല്ലേ? സ്നേഹപ്രകടനങ്ങളൊക്കെ മാറി, വിളിക്കുന്ന പേര് തന്നെ മാറിയിട്ടുണ്ടാവും, അല്ലേ? കഴിഞ്ഞ നാളൊരു കൗൺസിലിംഗിന്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും വന്നിരിക്കുകയാണ്. വളരെ അസ്വസ്ഥതയിലാണ് ഇരിക്കുന്നത്, വളരെ അസ്വസ്ഥത. അപ്പോ ഭാര്യ പറഞ്ഞു, അച്ഛാ എന്നെ സ്നേഹപൂർവ്വം എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കത്ത് പോലും ഇല്ല അച്ഛാ, എന്നെ ഒന്ന് സ്നേഹത്തോടെ എന്നെ ഒന്ന് വിളിക്കണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്നതാ നേരത്തെ വിളിച്ചോണ്ടിരുന്നേ? അച്ഛാ മോളെ എന്നാ എന്നെ വിളിച്ചോണ്ടിരുന്നത്. അച്ഛാ കല്യാണം കഴിച്ച നാളിൽ എന്നെ മോളെ എന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഇപ്പോഴും ഞാൻ നിന്നെ മോളെ എന്നല്ലേ എടി വിളിക്കുന്നത്. അപ്പൊ ഭാര്യ പറഞ്ഞു, മോളേന്ന് തന്നെയാ വിളിക്കുന്നത്, പക്ഷേ അതിനു മുമ്പും അതിന് ശേഷവും വേറെ കുറെ എന്തോ കൂടെ ചേർക്കും. ഡാഷ് മോളെ, മോളെ, അല്ലേ? മോളേന്ന് തന്നെയാ വിളിക്കുന്നത്, പക്ഷേ അതിന് മുമ്പും ശേഷവും വേറെ കുറെ വാക്കുകളും കൂടെ ചേർക്കുമെന്ന്. മനസ്സിലായോ? പണ്ട് മോളെ എന്നാ വിളിച്ചിരുന്നല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ നിങ്ങൾ എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ നാളിൽ ഇവിടെ വന്ന ഒരുത്തൻ്റെ, അവൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം, എനിക്ക് പരിചയമുള്ള ചെറുക്കനാണ്, അവൻ ബോംബെക്കാരനാണ്. ഞാൻ അവനോട് പറയണം, നിന്റെ മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാനപ്പോൾ എൻ്റെ മൊബൈലോട്, എടാ നിന്റെ ഭാര്യയുടെ നമ്പർ ഒന്ന് കാണിച്ചേ, എന്താ സേവ് ചെയ്തിരിക്കണമെന്ന് കാണട്ടെ. ആ സേവ് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കിയ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുവേ. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അല്ല നീ പണ്ടെന്തോ, യെസ് ഫാദർ, പണ്ട് ഞാൻ സ്വീറ്റി എന്നാണ് പേര് ഇട്ടിരുന്നത്. സ്വീറ്റി, വൈഫാ സ്വീറ്റി. ഞാൻ നിർബന്ധിച്ച് മൊബൈൽ തുറന്ന് നോക്കിയപ്പോൾ അവൻ എഴുതിയിരിക്കുന്നത് ചീറ്റി എന്നാണിപ്പോൾ. സ്വീറ്റി ഇപ്പൊ ചീറ്റി ആയിപ്പോയി. അവൻ പറഞ്ഞ, അച്ഛാ അവളോട് പറയല്ലേ, ഇപ്പൊ അവളുടെ സ്വഭാവം ഇങ്ങനെയാ അച്ഛാ, ചീറ്റിയാ, സ്വീറ്റി ചീറ്റിയായി. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഏത് പേരിലൊക്കെയാണ് ജീവിത പങ്കാളിയുടെ പേര് അല്ലെങ്കിലൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്? പല രീതികളിലുണ്ടാവും, അല്ലേ? അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ മാറ്റങ്ങളാണ്. സ്വഭാവ രീതികളിലൊക്കെ മാറി. പണ്ട് മോളെ എന്നൊക്കെ വിളിച്ചത് മാറിയെങ്കിൽ ഇപ്പൊ എന്തായി മാറിയെന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്തായെന്ന് ചിന്തിച്ചു നോക്കുക. എത്ര മണിക്കൂർ സംസാരിച്ചിട്ടും ചിലർക്ക് മനസ്സിലാവുന്നില്ല. നാളൊരു കൗൺസിലിംഗിന്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും വന്ന് അവർ വളരെ ഓപ്പൺ ആയിട്ടാ അവർ വന്ന് പറഞ്ഞു, അച്ഛാ ഒരു വലിയ സങ്കടമുണ്ട് അച്ഛാ, ഞാൻ പറയുന്നത് ഇവക്ക് മനസ്സിലാവുന്നില്ല, ഇവള് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അയ്യോ അച്ഛ ഇത് ഭാഷയുടെ പ്രശ്നമല്ലെന്ന്. അച്ഛ ഇത് ഭാഷയുടെ പ്രശ്നമല്ല, ഇവള് പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. പണ്ടുണ്ടല്ലോ കല്യാണം കഴിച്ച നാളിൽ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാകുമായിരുന്നു, ഒരു ചലനം കൊണ്ട് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പൊ അടുത്ത് നിന്ന് അലറുവാണ്, ഇടിയാനും മനസ്സിലാവണില്ലേ, തലമുടിയൊക്കെ വലിച്ചല്ലേ ചേച്ചി? അത് തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ അലറുവാണ്. കാരണം എന്നാന്നറിയോ? ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയതാ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിതുയർത്തുന്ന ഒരു ജനതയുണ്ട്. ബാബേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? ബാബേൽ പരസ്പരം ശണ്ട കൂടുന്നവർ, തർക്കിക്കുന്നവർ, കലഹിക്കുന്നവരെന്നാണ് ബാബേൽ. ആ ബാബേൽ ഗോപുരം ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ പണിതുയർത്തുമ്പോൾ എന്തുപറ്റി? അവരുടെ ഭാഷ ഭിന്നിക്കപ്പെട്ടു. പരസ്പരം സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല.
പുതിയ നിയമത്തിൽ 36-ലധികം ഭാഷ സംസാരിക്കുന്ന ജനതതി അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ആ ദൈവജനം പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരവരുടെ ഭാഷകളിൽ കേട്ടു. കാരണം അവിടെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയെന്ന് നമ്മൾ പഠിക്കും. ആ വീഞ്ഞ് സ്പിരിറ്റാണ്. പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ പത്രോസ്ലീഹ പഠിപ്പിക്കും ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്. ജോയേൽ പ്രവചനം 2:28 കോട്ട് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ യേശു ആ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈശോ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് വെറുതെ നിർത്താനല്ല, മറിച്ച് ഈശോ വെള്ളം വീഞ്ഞ് സ്പിരിറ്റ് ലഹരിയാക്കി കൊടുത്തു. ആ സ്പിരിറ്റ് ഏതാണ്? പരിശുദ്ധാത്മാവ്. വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരു വൈദികൻ ആശീർവദിച്ചു. കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കും 2 അല്ല 3 പേരന്ന് ഒരുമിച്ചു. ആരാന്നറിയോ മൂന്നാമത്തെ ആള്? ആരാ മൂന്നാമത്തെ ആള്? വികാരിയച്ഛനോ? പാട്ടുകാര്? ഫോട്ടോഗ്രാഫേഴ്സ്? ആരാ മൂന്നാമത്തത്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒന്നിപ്പിച്ചു. ഇന്ന് നമ്മുടെ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആരുടെ കുറവാ? പരിശുദ്ധാത്മാവിന്റെ കുറവ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ലഹരി കുറയുമ്പോൾ വഴക്കുണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും, തമ്മിൽ തല്ലും. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെയും വിളിക്കുന്നത് ആത്മാവിൽ ജ്വലിപ്പിക്കപ്പെടുന്ന ജീവിതം, കുടുംബ ജീവിതത്തിന്റെ ധന്യത. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് ചേർന്ന ഇണ നിനക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളി ദൈവ പദ്ധതിയിലാണ് നീ തെരഞ്ഞെടുത്തതെങ്കിൽ ഇത് ചേർന്ന ഇണയാണ്. ചേർന്ന ഇണ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ.